5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വേട നീ പാടറ. വളരെ മനോഹരമായ രീതിയിൽ റാപ്പ് സംഗീതത്തിൻ്റെ മേഖലയിലൂടെ കടന്ന് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ സാമൂഹ്യ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഇത്ര അതുല്യമായൊരു പ്രതിഭയാണ്. ഒരു കാലഘട്ടത്തിൽ കുഞ്ചൻ നമ്പ്യാർ രാജാവിൻ്റെ പോലും മുഖത്ത് നോക്കി വളരെ കൃത്യമായി ആക്ഷേപഹാസ്യത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഓട്ടംതുള്ളൽ വന്നു. ഓട്ടംതുള്ളലിലൂടെ പലരും വളരെ കൃത്യമായി സമൂഹത്തെ വിമർശിക്കുകയും ക്രിയാത്മകമായി കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് കഥാപ്രസംഗം വന്നു, സാംബശിവനെ പോലുള്ള ആളുകൾ വന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ വന്നു. വേടന് വേണമെങ്കിൽ ഈ റാപ്പ് സംഗീതത്തിൽ തന്നെ വെസ്റ്റേൺ മ്യൂസിക്കിനോടൊപ്പം അത്തരത്തിലുള്ള പാട്ടുകളുമൊക്കെ ഉപയോഗിച്ച് അങ്ങനെയും യുവജനറേഷനെ, യൂത്തിനെ അല്ലെങ്കിൽ 2000 കിഡ്സിനെയൊക്കെ പിടിക്കാമായിരുന്നു. പക്ഷെ അതിലേക്ക് പോകാതെ സാമൂഹ്യമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിലേക്കൊരു ചിന്ത സമൂഹത്തിൽ കൊണ്ടുവരാൻ വലിയ ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ ശ്രമം നടത്തി മൂർച്ചയുള്ള വാക്കുകൾ അന്തരീക്ഷത്തിലേക്ക് പായിച്ച് അത് സമൂഹത്തിൽ ചിന്ത കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സംഗീതമുണ്ട്, അതോടൊപ്പം വലിയ ചിന്ത കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിന്ത കൊണ്ടുവരുന്ന ഒരു ഗായകൻ, വളർന്നു വരുന്ന ഒരാളിനെ പിടിച്ചത് വളരെ വളരെ രസകരമായ കാര്യത്തിനാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരുടെയോ താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനാവുമോ? അത് പൊളിറ്റിക്കൽ താല്പര്യമാണോ? അതോ നമ്മുടെ ബ്യൂറോക്രസിയുടെ താല്പര്യമാണോ? പോലീസ് ഉദ്യോഗസ്ഥരുടെ താല്പര്യമാണോ? ആരുടെയെങ്കിലും ജാതിയാണോ? മതമാണോ? രാഷ്ട്രീയമാണോ? അതോ ഇദ്ദേഹത്തെ പോലെ റാപ്പ് സംഗീതം ചെയ്യുന്ന സംഗീത ലോകത്തുള്ളവരുടേതാണോ? അതോ കൂടെയുള്ളവരാണോ ഒറ്റി കൊടുത്തത്? ആരാണ് വേടനെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? അത് വളരെ അതാണ് അന്വേഷിക്കേണ്ടത്. കേരള സമൂഹവും പോലീസൊക്കെ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടെ എത്രയോ ആളുകൾ പുലിനഖവും പുലിപ്പല്ലുമൊക്കെ ഉപയോഗിക്കുന്നു, മാലയിലുമൊക്കെ. പ്രമുഖ നടന്മാർ, ഞാൻ ആരുടെ പേര് പറയും, നമ്മുടെ പ്രമുഖ നടന്മാർ ഉപയോഗിക്കുന്നു. ഒരുപാട് സീരിയൽ നടന്മാരുടെ കഴുത്തിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇത് കേസാകുമോ? കാരണം ഇത് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നു. അപ്പോൾ ഇത് കേസാകുമോ? ഞാനും പണ്ടിത് കുട്ടിയായിരുന്നപ്പോൾ വാങ്ങിയിട്ടാൽ എന്തെന്നൊക്കെ ആലോചിച്ചിരുന്നു. അത് കാണാനൊരു കൗതുകമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അത് പോലീസ് അങ്ങ് മേടിച്ച് വെച്ചാൽ പോരായിരുന്നോ? ഇവിടെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഒരു ചെറിയ കുട്ടിയല്ലേ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നിയമപരമായി പുലിപ്പല്ല് ഉപയോഗിച്ച് മാലയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നീ ഇങ്ങ് തന്നേരെ, ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചാൽ പോരെ? തീരാവുന്ന കേസല്ലേ ഉള്ളൂ. അതിനെതിരെ വനം വകുപ്പ് വരുന്നു, വനം വകുപ്പ് കേസെടുക്കുന്നു, വീരപ്പനേക്കാൾ വലിയ കേസെടുക്കുന്നു, പിന്നെ അന്വേഷണം നടത്തുന്നു. പിന്നെ അമ്മ ആരെന്ന് പറഞ്ഞിരിക്കും. അമ്മ ഇപ്പോൾ ശ്രീലങ്കക്കാരിയാണ്. ശ്രീലങ്കക്കാരിക്ക് എന്താ? കേരളത്തിൽ വന്ന് താമസിച്ചില്ലേ, തൃശ്ശൂർക്കാരനല്ലേ, എത്രയോ വർഷമായി ഇവിടെ ഉണ്ടല്ലോ, അവൻ്റെ അച്ഛൻ നാടൻ പാട്ടുകാരനല്ലേ. ഉടനെ അന്വേഷിക്കുന്നു. ഉടനെ ആരാണിത് കൊടുത്തത് പുലിപ്പല്ല്? ഉടൻ തന്നെ അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ UK ഇരിക്കുന്ന ആളാണ്. ഉടനെ UK അന്വേഷണ സംഘം പോകാൻ തീരുമാനിക്കുന്നു. എന്തൊക്കെയാണ് ഉന്നതമായ കോടതി കൊടുത്ത അഫിഡവിറ്റൊക്കെയാണ് തമാശ. ഇയാൾ വലിയ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് പുറത്തു നിന്നാൽ ഇദ്ദേഹം തെളിവൊക്കെ നശിപ്പിച്ചു കളയും. ഇദ്ദേഹം സ്വാധീനമുള്ള ആളാണെങ്കിൽ അകത്ത് നിന്നാലും പുറത്തു നിന്നാലും ഇതൊക്കെ തന്നെ തമാശ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാതെ പോകാനാകില്ല. 10,000, 20,000, 30,000 പേരൊക്കെ വേടൻ്റെ പരിപാടി കണ്ടപ്പോൾ, വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ സ്ലോ മോഷനിലാണ് സമൂഹം പ്രതികരിച്ചത്. അവസാനമൊക്കെ കുറച്ച് ആളുകളൊക്കെ പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രവർത്തകർ ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് പ്രതികരണങ്ങൾ കുറേശ്ശെയാണ് വന്നു തുടങ്ങിയത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ടേക്കപ്പ് ചെയ്തു. കാരണം ഇതെല്ലാവരും പറയുന്നു എന്ന് തോന്നിയപ്പോൾ ബാക്കി മാധ്യമങ്ങളെല്ലാം ടേക്കപ്പ് ചെയ്തു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, തമിഴ്നാട് മുതൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുകളിലായിരുന്നെങ്കിലും ലോകത്ത് എവിടെയായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്തെങ്കിൽ തെരുവിൽ സമരം നടന്നേനെ. വേടനെ വിടണം, അല്ലെങ്കിൽ ഇത്തരം കലാകാരന്മാരെ വിടണം എന്ന് പറഞ്ഞ് തെരുവിൽ സമരം നടന്നേനെ. കേരളത്തിൽ ഒരു സമരവും നടന്നില്ല. അതെന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ട് കേരള സമൂഹം ഇങ്ങനെ? പിന്നെ വേടൻ്റെ ജാതിയും മതവും വർഗവും ഗോത്രവും ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ അദ്ദേഹം പട്ടികജാതി പട്ടികവർഗത്തിലോ ദളിത് വിഭാഗത്തിലോ പെട്ട ആയതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അതും പ്രശ്നം തന്നെയാണ്. പിന്നെ എനിക്ക് വേടനോടൊരു കാര്യം വേടന്മാരോട് പറയാനുള്ളത്, അത് കലാഭവൻ മണിയായാലും വിനായകനായാലും, മണി നമ്മളോടൊപ്പം ഇല്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്,
നിങ്ങൾ ഉദിച്ചുയരുന്ന സൂര്യന്മാരായിട്ട് പോലെയാണ് കടന്നു വരുന്നത്. വളരെ പെട്ടെന്നാണ് നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലം കൂടെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കിട്ടും, യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അത്ര പെട്ടെന്ന് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്വഭാവം കൂടെ ശ്രദ്ധിക്കണം. അതിപ്പോൾ ദളിതനല്ല, മുന്നോക്ക സമുദായക്കാരനായാലും ആരായാലും കേരളമാണ് നാട്. കേരളത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അമാനുഷമായി വലിയ രീതിയിൽ ലോഞ്ച് ചെയ്താൽ അതിനെ പൊളിക്കാൻ ഇവിടെ ആളുകളുണ്ട്, സ്ഥാപിത താല്പര്യക്കാരുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഉൾക്കൊള്ളുന്നൊരു സമൂഹമല്ല നമ്മൾ. വളരെ പെട്ടെന്ന് ഒരാളിനെ ഉൾക്കൊള്ളുന്ന സമൂഹമല്ല. മോഹൻലാൽ പോലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വളരെ ചെറിയ ഒരു വില്ലനായി വന്ന് പിന്നെയാണ് വളർന്നു വരുന്നത്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. മമ്മൂട്ടി എല്ലാവരും അങ്ങനെ തന്നെയാണ്, യേശുദാസ് എല്ലാവരും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി വളരെ പെട്ടെന്ന് ഒരാൾ ഉദിച്ചുയർന്നപ്പോൾ അയാളെ വെട്ടുക എന്നുള്ള ഒരു ശീലം, അല്ലെങ്കിൽ തകർക്കുക എന്നുള്ള ഒരു അജണ്ട ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ആരെയും അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അംഗീകരിക്കില്ല. കിട്ടുന്നതൊരു സുഖമാണ്, തല്ലുന്നത് സുഖമാണ്, കേസെടുക്കുന്ന സുഖമാണ്. അപ്പോൾ വേടന്മാർ, ഇനി വരുന്ന വേടന്മാർ ഇത് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിലൊക്കെ പെട്ട സാധാരണ ആളുകളാണെങ്കിൽ നിങ്ങളെ കേസിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വസ്തു ഇല്ലെങ്കിൽ ജാമ്യം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ വേടനൊക്കെ പ്രശ്നം വരത്തില്ല, സമൂഹത്തിൽ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാവും. പക്ഷേ സാധാരണ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വസ്തു കരം വെച്ച് കാണത്തില്ല, ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ നിങ്ങൾക്ക് ജാമ്യം നിൽക്കത്തില്ല, പണം കെട്ടിവെക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് തീർച്ചയായും മയക്കുമരുന്നിന് കേസൊക്കെ വന്നോട്ടെ, 6 ഗ്രാമേ ഉള്ളൂ, അത് വേറെ കഥ. അപ്പോൾ നിയമപരമായി തന്നെ കുറച്ചൊക്കെ കയ്യിൽ വെക്കാം. പിന്നെ ഒരുപാട് ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സ്വകാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റ് ഒരു കാലഘട്ടത്തിൽ എല്ലാ കലാകാരന്മാരും എഴുത്തുകാരും എല്ലാം നന്നായി സിഗരറ്റ് വലിക്കുമായിരുന്നു. രമണി ഭാസ്കരൻ എടുത്തോളൂ, പിന്നെ മുഹമ്മദ് ബഷീറിനെ എടുത്തോളൂ, ആരെ എടുത്താലും നന്നായി അവർ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ കലാകാരന്മാരും. അവർ എഴുത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആരെയും കുറ്റം പറയാനല്ല, പക്ഷെ അതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. എന്തായാലും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേടൻ വളരെ പക്വതയോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപാനവും സിഗരറ്റ് വലിയും ഒക്കെ ഒന്ന് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേസിൻ്റെ വഴിക്ക് പോട്ടെ, എനിക്കറിയില്ലായിരുന്നു എവിടെ നിന്നാണ് ഈ പുലിപ്പല്ല് ഇങ്ങനെയൊന്നും വാങ്ങിച്ചുകൂടാ എന്ന്. അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, എല്ലാവിധ സഹകരണവും പോലീസിന് കൊടുക്കും. പോലീസ് എന്നെ പീഡിപ്പിച്ചു, വനംവകുപ്പ് പീഡിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ദളിതനും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സിമ്പതി ഒന്നും പിടിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും വേടൻ പാടട്ടെ, നന്നായി പാടട്ടെ. ഈ പറയുന്ന പോലെ സാമൂഹ്യ വിഷയങ്ങൾ കൂടുതൽ ഏറ്റെടുക്കട്ടെ. ആൽബം മാത്രം പോരാ, കേരളത്തിലെ തെരുവോരങ്ങളിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ, ഈ ലോകത്തെ മറ്റിടങ്ങളിൽ വേടൻ പാടട്ടെ. നീ പാടറ.